ഒരു ഹൈമവതി കൃഷിഭവൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നേരെ കാണിക്കാമെന്ന് വെച്ചാൽ ഇവിടെ ഒരു രണ്ട് തക്കാളി തൈയിൻ്റെ കൊമ്പ് പൊട്ടിപ്പോയി. ഒരു തക്കാളീൻ്റെ 2 കൊമ്പ് പൊട്ടിപ്പോയി. മേലത്തെ കൊമ്പ് വേണ്ട, ഇത് ആടെ നട്ട് കൊടുക്കട്ടെ, നമുക്ക് ഉണ്ടായി തുടങ്ങി തേച്ചു, അതാണ് പൊട്ടിപ്പോയത്. അതുകൊണ്ട് ഇതെന്നാ വെച്ചാൽ ഇതിനിടക്കത്തെ ഒരു പടവല നട്ടേൻ്റെ ഞാൻ ആക്കിയത് ഇവിടെ ഉണ്ട്. അതിൽ തന്നെ ഇട്ടിട്ട് കൊടുക്കാം, അത് ഇളക്കിയിട്ട് കൊടുക്കാൻ വെച്ചാൽ ഞാനവിടെ ചാക്കിൽ തട്ടിയിട്ടുണ്ട്. അതെടുത്തിട്ട് ഇതിൽ ഇടുന്നേ ഉള്ളൂ. വേറെ വളമൊന്നും ഇനി കൊടുക്കുന്നില്ല. ഇതിലെല്ലാം വളമുണ്ട്. ഇതിനിടക്ക് ഞാൻ തോലും എല്ലാം ഇട്ടിട്ട് നടാനാക്കിയത് കണ്ട ഇടില്ലേ, ഇതേപോലത്തെ. അതുകൊണ്ട് ഇതെല്ലാം ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അതൊന്നും വേണ്ട, തൽക്കാലം ഇത് മാത്രം മതി. ഇത് മാത്രം ഇട്ടിട്ട് ഇത് കൊടുക്കാനാണ് പോകുന്നത്. ഇത് ഇവിടെ നടാൻ വേണ്ടിയിട്ടാണ്. കണ്ട ഇടില്ലേ, ഇതേപോലെ നട്ടു കൊടുക്കാനാണ്. കണ്ടോ, ഇതേപോലെ. കണ്ടോ, ഇതേപോലെയാണ്. ഇതും അതേപോലെ തന്നെ 2 എണ്ണം ഞാൻ പടവലം നട്ടതാണ്. ആ പടവലം പയ്യെ പുഴുവന്നുകൊണ്ട് ഞാൻ കുത്തിച്ചാടി. ആ പുഴു മേലെ വന്ന് നിറയുന്നത്, അത് ഭയങ്കര പുഴുവായിരിക്കും. അതുകൊണ്ട് ഞാനെന്തോ എടുത്തു, അത് കൊത്തിച്ചാടി. അതുകൊണ്ട് ഞാനിത് ഇതിൻ്റെ അകത്ത് നടാനാണ് പോകുന്നത്. ഈ 2 തൈയും കൂടി ഇതിൽ നട്ടു കൊടുക്കാം, അതാണ് ഞാനിപ്പം പരിപാടി. ഇത് കണ്ടില്ലേ, ഇതേപോലെ 2 ഇതിൻ്റെ അകത്ത് നടാം, ഓരോന്നിൻ്റെ അകത്ത് നടാം. ഇത് നല്ല ഇതാണ്, കണ്ടില്ലേ. ഇത് കണ്ടല്ലോ, ഇതാ ഈ ഒരു തൈ. ഇത് ഞാൻ ഇതേപോലെ ഞാൻ അപ്പുറത്തുനിന്ന് ഒന്ന് പൊട്ടിപ്പോയിട്ട് ഇതേപോലെ നട്ടിട്ട് ഞാൻ കായ് പറിച്ചു. അതേപോലെ ഇത് ഒന്ന് ഇവിടെ നട്ടേ, ഇതാ കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇതും കൂടി ഇവിടെ നട്ടു കൊടുക്കാം, അല്ലെങ്കിൽ ഇത് വെറുതെ പോയി പോവില്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്തത്. അത് പടന്ന് നിലത്തായിപ്പോയിനെ, അതും പോയി പോ. ഉണ്ടോ, അതും പൊട്ടിപ്പോയി. ഇത് മുട്ടിയാ പൊട്ടു, അങ്ങനത്തെ ഒരു തയ്യാണ്. മുട്ടിപ്പോയെങ്കിൽ പൊട്ടിപ്പോവും. അതുകൊണ്ട് വേഗം തക്കാളി ഒടിഞ്ഞു പോവാ, പൊട്ടിപ്പോവും ചെയ്യാ. അതുകൊണ്ട് ഇതും കൂടി എടുത്ത് തന്നെ കുത്തട്ടെ. ഇതിനിപ്പോൾ ഞാൻ അങ്ങോട്ട് ആടത്തേക്ക് വെക്കാം, മാറ്റി വെക്കട്ടെ. ഇത് കണ്ടില്ലേ, ഇത് അങ്ങനെ ഞാൻ വിചാരിച്ചാൽ നട്ടാൽ ശരിയാവൂല എന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോഴേക്ക് നട്ടിട്ട് എനിക്ക് നല്ല കണ്ടീഷനായി കിട്ടീനി. ഇതിപ്പോൾ നല്ലോണം കിട്ടും. അത് നിങ്ങൾക്ക് പിന്നെ ഞാൻ കാണിച്ചു തരാൻ നട്ടിട്ട് ആയിട്ടാകുമ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് എനിക്ക് തക്കാളി ഞാൻ പറിച്ചു അപ്പുറത്ത് നട്ടിട്ട്. അതുകൊണ്ട് ഇതും കൂടി നിങ്ങൾക്ക് ഞാൻ അതുപോലെ കാണിച്ചു തരാം. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ടെന്ന് എനിക്ക് പറയാനുള്ളേ. ഇനിയിപ്പോൾ നമുക്കെന്താ വേണ്ട വെച്ചാൽ അപ്പുറത്ത് പിന്നെ ഇതുണ്ട്, ഉരുളക്കിഴങ്ങിൻ്റെ തണ്ടും കൂടി കെട്ടി കൊടുക്കുക. അവിടെ നിൽക്കട്ടെ. കെട്ടി കൊടുക്കാനാ പോകുന്നത്. ഈ ഉരുളക്കിഴങ്ങുണ്ടല്ലോ, തേച്ച് ഒടിഞ്ഞു പോയി. കെട്ടി കൊടുക്കട്ടെ. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഒടിഞ്ഞിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി പിടിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ കെട്ടിയിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ തേച്ച് ഒടിഞ്ഞു നാശമായിപ്പോവും. അതുകൊണ്ട് ഇതിങ്ങനെ കെട്ടിക്കൊടുക്കാനാകും. എന്താ ഇതേപോലെ കെട്ടിക്കൊടുക്കാൻ ഉണ്ടല്ലോ, ഇതേപോലെയാണ് കെട്ടിക്കൊടുക്കേണ്ടത്. എല്ലാവരും അതൊന്നും കെട്ടിക്കൊടുക്കലൊന്നുമില്ല, ഒടിഞ്ഞെടുത്ത് നിൽക്കുക, അങ്ങനെയാണ്. അല്ല, ഞാൻ അങ്ങനെയല്ല, ഞാൻ എല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്യലുണ്ട്. അത് ചെയ്യാതിരുന്നാൽ അവർ നമ്മളെ ശപിക്കും. എന്താ പറയുക, കൃഷികൾ നമ്മളെ ശപിക്കും. നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ട് കഷ്ടപ്പെടുത്തിയിട്ട് നമുക്ക് വെള്ളവും നീരുമില്ലാണ്ട് ചെയ്യുന്നില്ലേ എന്നുള്ള ഒരു ശാപം, കൃഷീൻ്റെ ഒരു ശാപം നമുക്ക് കിട്ടും. ഇവരും മനുഷ്യനല്ലെങ്കിലും ജീവനുള്ളൊരു വസ്തു ആണല്ലോ, ഇവർക്കും ഉണ്ടാവുമല്ലോ. എനക്കൊന്നും തരുന്നില്ലല്ലോ, ആഹാരം തരുന്നില്ലല്ലോ എന്നാണ് നമ്മളെ ശപിച്ചു കഴിഞ്ഞാൽ നമുക്കും കൂടി ആഹാരം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ കൃഷീനെ നമ്മൾ ഏറ്റവും ബഹുമാനിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൃഷി നല്ലപോലെ ബഹുമാനിക്കണം. കണ്ടില്ലേ, ഇതുപോലെ ഞാനിപ്പോൾ നിൽക്കാൻ വലിയ സൗകര്യമില്ലാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് എന്നുവെച്ചാൽ അങ്ങനെ എത്ര സ്ഥലമുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം കൂടി ഞാൻ ഇതിൽ ഒതുക്കിയതാണ്. ഇതിപ്പോൾ ഈ ഭാഗം തേച്ചും വെക്കാൻ മാത്രം സ്ഥലമുണ്ട്. പക്ഷെ ഞാൻ ഇതെല്ലാം കൂടി ഇതിൽ ഒതുക്കിയത് എന്തിനാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായി പോവും. ഇതെല്ലാം നല്ല സ്ഥലത്ത് വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്, നല്ല സാധനങ്ങളാണ്. ഇതെല്ലാം നല്ല വെയിൽ കൊള്ളുന്നിടത്ത് തന്നെ വെച്ചിട്ടില്ലെങ്കിലുണ്ടല്ലോ അവർക്ക്, നമുക്ക് ഇത് കായ് പിടുത്തത്തിന് നമുക്ക് വിളവെടുക്കാനാകുമ്പോഴേക്കും നമുക്ക് വിഷമാവും. നന്നായി കിട്ടുന്ന ഇങ്ങനെ ചെടി നന്നായി പോരല്ലോ, നമുക്ക് വിളവെടുപ്പും കൂടി നടത്തണ്ടേ. കണ്ടോ, ഇതേപോലെ അല്ലേ, ഇതുപോലെ ഇതിവിടെ കെട്ടിക്കൊടുക്കണം. കണ്ടോ, അത് ഇവിടെ ഒന്ന് ഒഴിഞ്ഞു പോയി, അതും കൂടി ഒന്ന് കെട്ടട്ടെ.
അപ്പുറത്തേക്ക് കൂടി ഒന്ന് വളരുന്നുണ്ട്. അത് വളർന്നു വരുമ്പോൾ അത് ആദ്യം കെട്ടി കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇങ്ങനെ ആക്കി വെച്ചാൽ മതി. എന്നിട്ട് നമ്മളങ്ങോട്ട് കയറാൻ വിട്ടു കൊടുത്താൽ മതി. ഇപ്പം കണ്ടില്ലേ, ഞാൻ പാള കീറി വെക്കുമായിരുന്നു. എന്നാലും എന്തുണ്ടെന്ന് വെച്ചാൽ പാളയാകുമ്പോൾ അത് ഇവർക്ക് കേട് വരില്ല, അല്ലെങ്കിൽ ഇവർക്ക് കേട് വരും. അതാണ്. അതുകൊണ്ട് ഇതിങ്ങനെ ആക്കി കൊടുക്കുന്നത്. ഉണ്ടോ? ഇതേപോലെ ചെയ്യുക. കേട്ടോ, ഇതേപോലെ കെട്ടി കൊടുക്കുക. നമ്മളിതെല്ലാം സാധനങ്ങളും അവർ ശരിക്ക് ഒടിഞ്ഞു പോയി. കണ്ട, നല്ല ഉഷാറായതാണ്. ആ ഒടിയുന്നതിടക്ക് തന്നെ കെട്ടി കൊടുക്കണമായിരുന്നു. പക്ഷെ എനിക്ക് 2 ദിവസം ഒന്നും കഴിയാതെ ആയിപ്പോയി. അതുകൊണ്ട് ഇത് കെട്ടാൻ പറ്റിയില്ല. അതാണ് ഇതിങ്ങനെ ആയിപ്പോയത്. അതുകൊണ്ട് നിങ്ങൾ അത് ഇവരോട് പറയാം, ഞാൻ നിങ്ങൾ ക്ഷമിക്കണേ എന്ന് പറയാം. എന്നെ ശപിക്കല്ലേന്ന്. എന്നെ ശപിക്കല്ലേ, നിങ്ങൾക്ക് ഞാൻ ചോറും വെള്ളവും എല്ലാം തരുന്നുണ്ട്. പക്ഷേ ലേശം നിങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റാണ്ടായിപ്പോയി. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കരുത് മക്കളെ. എല്ലാവരും സുഖമായിട്ട് നേരെ പോകണം. ഞാൻ ഭക്ഷണം തരുന്നുണ്ട് കൃത്യമായിട്ട്. നിങ്ങൾ ഒടിഞ്ഞ് വീണ് പോകുന്നതായിട്ട് ഞാൻ അത് നോക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് എല്ലാ സമയത്തും ചില സമയത്ത് ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ. അതാണ് ഞാൻ അങ്ങനെ തരാൻ വൈകിപ്പോന്ന്. അതുകൊണ്ട് നിങ്ങളെന്ത് വേണം വെച്ചാൽ ഇതുപോലെ ചെയ്യണം. നല്ലപോലെ ഇനി നല്ലപോലെ ഉഷാറായിട്ട് വളർന്നു. ഞാനിപ്പോൾ ഇതിവിടെ കെട്ടി തന്നല്ലോ. ഇനി നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല കേട്ടോ. ഇതാ ഇനി 2 എണ്ണം കൂടി കെട്ടാനുണ്ട്. അതും കൂടി കെട്ടിക്കൊടുക്കട്ടെ. എന്നിട്ട് അവർക്ക് നമുക്ക് ചെയ്യാം എന്താ വേണ്ടത് വെച്ചാൽ. ഉണ്ടല്ലേ, ഇതാ ഇതിങ്ങനെ അവർ പോക്കായി ഒടിഞ്ഞു പോയാൽ പിന്നെ അത് ആടുന്ന് നീർന്ന് എന്തെല്ലോ ആയിപ്പോയി. പിന്നെ ആ ഒരു വൃത്തി പോയി, ആ ഭംഗി പോയി. നല്ല ഉഷാറായിട്ട് വരുമ്പോൾ നമ്മളിതിങ്ങനെ ഒടിഞ്ഞു പോയെങ്കിൽ പിന്നെ അതിനെ ഒടിയുന്നതിലെടുക്ക് നമ്മൾ കെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ഭംഗി പറയാൻ കഴിയില്ല. അതാണ്. ഇനിയിപ്പം 2-3 ഉരുളക്കയും കൂടി നടാനുണ്ട്. അതും നടണം. അതും നടാം. ഏതായിരുന്നാലും ഓരോന്നോരോന്നേ ആകട്ടെ. ആയി വരുമ്പം നമുക്ക് മറ്റേതും കൂടി നടാം. ഇതേപോലെ പയറ് നടാനുണ്ട്. പയറ് നടാഞ്ഞാൽ എനിക്ക് മറ്റേ പയറ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇപ്പുറത്തെ ഈ പയറ് അതാവുമല്ലോ. അതിപ്പോൾ ആകുമ്പോഴേക്ക് നമുക്ക് ആദ്യം നട്ട് കൊടുക്കാനാണ് ഇനിയിപ്പോൾ എൻ്റെ പ്ലാനുള്ളത്. ഇനിയിപ്പോൾ ഒരു മരുന്നടിക്കണം. ഉണ്ടല്ലേ, ഇതിപ്പോൾ ഇതെല്ലാം ഇവിടെ കെട്ടിയിട്ടായി. ഇനി ഇവർക്ക് ഒരു സുഖം വേണ്ടേ. എല്ലാം ഞാനിങ്ങനെ ചെയ്തിട്ട് കൊടുക്കാന്നാൽ ഇവർക്കെല്ലാം വിഷമോ. ഇതെല്ലാം പൊട്ടിപ്പോയെങ്കിൽ പിന്നെ പോയി. പിന്നെ അതിൻ്റെ ഭംഗി, അതിൻ്റെ ജീവിതത്തിൽ പകുതി ആ തക്കാളി തന്നെ കണ്ടില്ലേ, പൊട്ടുമ്പോഴേക്ക് പകുതി അങ്ങ് പോയി, അതിൻ്റെ ജീവൻ പോയി. പിന്നെ അത് ചെയ്യാണ്ട് പോകാൻ രക്ഷയില്ല. അത് ഒടിഞ്ഞു പോയാൽ പിന്നെ അവിടെ വെച്ചിട്ട് കാര്യമില്ല. അത് പിന്നെ അവർക്ക് ബുദ്ധിമുട്ടാവുക. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് വെച്ച് കെട്ടിയത്. ഇനിയിപ്പോൾ ഇത് കുറച്ചും കൂടി നീണ്ടു വരുമ്പോൾ ഞാൻ അന്നേരം നീട്ടി പിടിച്ച് കൊട്ടിക്കൊടുത്തോളും. ഇനി അങ്ങനെ കെട്ടിക്കൊടുക്കാം. ഇത് വെള്ളവും ഒഴിക്കുകയും ചെയ്യുന്നതല്ലേ. നല്ലപോലെ നന്നായി വരട്ട്. നമുക്ക് ഒരുപാട് ഉരുളക്കിഴങ്ങെല്ലാം കിട്ടട്ടെ എന്നാൽ ഞാൻ പറയുന്നത്. നല്ലപോലെ ഉരുളക്കിഴങ്ങ് തന്നോ, ഞാൻ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്തു തരാമെന്നാണ് ഇവരോട് പറയുന്നത്. അത് അവർ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലത്, അല്ലെങ്കിൽ പിന്നെ അവർക്കും മോശം, വേഗം പോവും. അത്ര മാത്രമേ ഉള്ളൂ. ഉണ്ടല്ലോ, ഇതെല്ലാം ഇവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അന്നേരം അവർ നമുക്ക് തരുന്നതെന്നാണ് നല്ല വിളവ്. നമ്മൾ നല്ലപോലെ ഇവർക്ക് ചെയ്തു കൊടുക്കുകയും ഇവരെ തൊടുകയും മിനുക്കുകയെല്ലാം ചെയ്യുമ്പോൾ അവർ നമുക്ക് തരുന്നതെന്നാണ് നല്ല ഭക്ഷണം കഴിക്കാനുള്ള നല്ല നല്ല സാധനങ്ങളാണ് തരുന്നത്. അപ്പോൾ എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് അവരെ നല്ലപോലെ നമ്മൾ സ്നേഹിക്കുക, നല്ലപോലെ നമ്മൾ കൊടുക്കുക. അവർക്ക് ഇങ്ങനെ എപ്പോൾ അവരരുവത്ത് വന്നിട്ട് നമ്മൾ ചെയ്യുക. ഒന്നിനും ഒരു കുറവ് വരുത്താതെയുണ്ടോ, അവർ ദേഹം മുട്ടാതെയുണ്ട് നമ്മളെല്ലാം ചെയ്തു കൊടുക്കണം. അല്ലെങ്കിൽ അവർക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അവർക്ക് വിഷമം വരും, വേദന വരും. വേദന ഉണ്ടാകുമ്പോൾ അവരങ്ങ് ഒടിഞ്ഞ് വീണ് പോവും. ഇപ്പോൾ ഒടിയാതെയാണ് നിൽക്കണേ. നീ ഞാൻ ഒടിഞ്ഞു പോയി, അവർക്ക് ലേശം വിഷമിപ്പിച്ചു ഞാൻ. സാരമില്ല, ഇനി അവർ പോയിക്കോട്ടെ, ഇനി അവർ ഓടിക്കോട്ട്. ആയില്ലേ. ഇന്നിപ്പോൾ ഇപ്പം ഇത്രയായി. ഇത് ഉരുളക്കിഴങ്ങിന് കെട്ടിക്കൊടുത്തു. ആ 2 തക്കാളി അവിടെ നട്ടു കൊടുത്തു. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എൻ്റെ എല്ലാ മക്കൾക്കും നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്. നന്ദി, നമസ്കാരം. ഗുഡ് ബൈ.